14 വയസ്സിൽ വിവാഹിതയാവുക, തുടർന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകുക, പിന്നീട് ഒരു പുരുഷനാവുക, വർഷങ്ങൾ പിന്നിട്ട് വീണ്ടും ഒരു യുവതിയെ വിവാഹം കഴിക്കുക, വീണ്ടും കുടുംബജീവിതം നയിക്കുക. ഒരു ജീവിതത്തിൽ തന്നെ സ്ത്രീയും പുരുഷനുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ എങ്ങനെയുണ്ടാകും? ഒരു പെങ്ങൾ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇത് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ സൂസൈഡ് ചെയ്യും എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. എൻ്റെ ജീവിതം നശിച്ചാലും അവൾ നന്നായിരിക്കണം എന്നുള്ളൊരു ആയതുകൊണ്ട് ഞാൻ കല്യാണം സമ്മതിച്ചു. കല്യാണം കഴിച്ച് ഞാൻ ചെന്നൈ പോയി. അന്നേരം ഇയാൾ അകത്ത് വരുമ്പോൾ ഞാൻ പുറത്ത് വരുമ്പോൾ അകത്ത് പോകും. അങ്ങനെ കുറേ കളികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഇവർ എനിക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും എൻ്റെ പെങ്ങളെ സമീപിക്കുക. അവർ എൻ്റെ അമ്മേനെ കാണിച്ച ഹോസ്പിറ്റലിൽ തന്നെ എന്നെ കൊണ്ടുപോയി. ആ ഡോക്ടറെ തന്നെ എന്നെ കാണിച്ചു. ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്, നീ ഇങ്ങനെ ഒരു വ്യക്തിയാണ്, നിന്റെ മനസ്സിൽ അങ്ങനെ വരുവാണെങ്കിൽ നീ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. മുട്ടോളം വിസർജ്യത്തിൽ നിന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന മനുഷ്യർ. ചിലർക്ക് ഫോണിലൂടെ സെക്സ് കേട്ടാലും മതി, അവർക്ക് അതിൻ്റെ തൃപ്തിയായി. വേറെ ചിലർക്ക് ഫോണിലൂടെ തെറി കേൾക്കണം. മുട്ടൊപ്പം മൂത്രത്തിൽ, നമ്മുടെ ആ പഴയ ബസ് സ്റ്റാൻഡിൽ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. നിന്നാലേ ഇവർക്ക് ഒരു സെക്സ് ചെയ്യാൻ, പക്ഷെ ആ ഓർഗാസത്തിലേക്കൊക്കെ ഒരു ഉദ്ദേശിക്കുന്നതിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയാണ്. അതൊന്നും വൈകൃതങ്ങളല്ല, അതൊക്കെ അവരുടെ ആ ഒന്നെങ്കിൽ ഗർഭകാലത്ത് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്ന ഓറിയന്റേഷൻസ്. നമ്മളതിനൊരു മോറൽ വാല്യൂ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു സ്ത്രീയെ ഒരേ സമയം ഭോഗിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സുള്ള 3 പേർ. അവർ ചില്ലറക്കാരല്ല, സർക്കാർ ജീവനക്കാരാണ്. ഒരു അനുഭവം കൂടി പറയാം. സ്റ്റേഡിയത്തിൽ നടന്നൊരു അനുഭവം, ആളെയൊന്നും ഞാൻ പറയുന്നില്ല. അവർ ഇത് ചെയ്യുന്ന ആൾ തന്നെ, അവർ പൈസ കൊടുത്താൽ അനുവദിക്കും. അപ്പോൾ 3 ആൾ വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓരോരാളായിട്ട് അത് പറ്റില്ല, നമുക്ക് 3 ആൾക്കും ഒപ്പരം. അപ്പോൾ ഈ ബലമായി പിടിച്ച് അവരെ വസ്ത്രമൊക്കെ പിടിച്ച് വേലിച്ച് പുലർച്ചക്ക് സംഭവമൊക്കെ നടത്തി അവരെ ഒരാൾ കഴുത്തിൻ്റെ എടുക്കുക, ഒരാൾ അവരെ കാലിൻ്റെ എടുക്കുക. ഇത് ഭയങ്കരമായ രീതിയിൽ അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ ചെയ്ത് അവർ പറഞ്ഞു നിങ്ങൾ ഓരോരാൾ വന്നോ ഒരു മണിക്കൂർ, അത് അവർക്ക് പറ്റില്ല. അപ്പോൾ അവരെന്താ പ്രശ്നം? എന്താ അവരെ കാണുമ്പോൾ നല്ല മാന്യം. അവർ പിറ്റേന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കണ്ടപ്പോൾ ഇവരാ ചെയ്ത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പോലീസും ആദ്യഘട്ടത്തിൽ ഇവരിത് ചെയ്യില്ല. ലൈംഗികതയുടെ പഴയതും പുതിയതുമായ കാലത്തിലൂടെ നേർരേഖ സഞ്ചരിക്കുന്നു. ജനുവരി 17 രാത്രി 7 മണിക്ക് ഇതുവരെ ആരും പറയാത്ത, ആരും അറിയാത്ത അണിയറ രഹസ്യങ്ങളുമായി നേർരേഖ എത്തുന്നു. മറക്കാതെ കാണുക നേർരേഖ.